Welcome back to our GS class. Today we are going to study about the remaining part of chapter 6, adaptation in animals. Okay. Today we are going to discuss about adaptations for protection. Okay. Adaptations for protection. First one is camouflage. What is camouflage? Camouflage is an adaptation shown by some animals to protect themselves from their enemies. അതായത് കാമോഫ്ലേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അഡാപ്റ്റേഷൻ ഷോൺ ബൈ സം ആനിമൽസ്. അതായത് ചില ആനിമൽസ് കാണിക്കുന്ന അഡാപ്റ്റേഷൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം എനിമീസ്. അതായത് എനിമീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആനിമൽസിലുള്ള അഡാപ്റ്റേഷൻസിനെയാണ് നമ്മൾ കാമോഫ്ലേജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ അഡാപ്റ്റേഷൻ ഫോർ പ്രൊട്ടക്ഷൻ. ഓക്കെ. ഫോർ എക്സാമ്പിൾ, ദ ഗാർഡൻ ലിസാർഡ് ബ്ലെൻഡ്സ് ഇറ്റ്സെൽഫ് കംപ്ലീറ്റ്ലി വിത്ത് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്പോട്ട് എമോങ് പ്ലാന്റ്സ്. ഓക്കെ. ഗാർഡൻ ലിസാർഡ്, ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ഗാർഡൻ ലിസാർഡ്. ഗാർഡൻ ലിസാർഡിന് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ എനിമീസിൽ നിന്ന് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്പോട്ട് ഇറ്റ് അമോങ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ഇടയ്ക്ക് വന്ന് നമുക്ക് ഇതുപോലെ ഈ ഗാർഡൻ ലിസാർഡ്സിനെ കണ്ടാൽ അറിയാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ camouflage. Okay. Similarly, the stripes on a tiger's body looks like dry leaves. The stripes help the tiger to hide in the forest and wait for its prey. അതുപോലെ ഈ ടൈഗേഴ്സിന് എന്തുണ്ട്? സ്ട്രൈപ്സ് ഉണ്ട്, അല്ലേ? ഈ സ്ട്രൈപ്സ് ഓൺ ദെയർ ബോഡി ലൈക്ക് എ ഡ്രൈ ലീഫ്. അതായത് ഒരു ഡ്രൈ ലീഫ് പോലെയാണ് ഈ സ്ട്രൈപ്സ് കണ്ടാൽ തോന്നുന്നത്. ദ സ്ട്രൈപ്സ് ഹെൽപ്പ് ദ ടൈഗർ ടു ഹൈഡ് ഇൻ ദ ഫോറസ്റ്റ്. അങ്ങനെ ഇതിന് ഫോറസ്റ്റിൽ ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ ഇരയെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ഓക്കെ. ദ സ്ട്രൈപ്സ് ഹെൽപ്പ് ദ ടൈഗർ ടു ഹൈഡ് ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് വെയിറ്റ് ഫോർ ഇറ്റ്സ് പ്രേ. ഓക്കെ. കാമോഫ്ലേജ് ഹെൽപ്സ് ആനിമൽസ് survive. If the animal is a predator, it can use its camouflage to sneak up its prey. If it is a prey, it can camouflage to escape from a predator. അതായത് ഈ കാമോഫ്ലേജ് വെച്ചാണ് ആനിമൽസ് അതിൻ്റെ പ്രിഡേറ്റേഴ്സിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത്. ഓക്കെ. വാട്ട് ഈസ് കാമോഫ്ലേജ്? Camouflage is an adaptation shown by some animals to protect themselves from their enemies. Examples are garden lizards and tigers. Okay. Next is mimicry. What is mimicry? When one animal copies the appearance, actions or sounds of another animal, it is called മിമിക്രി. അതായത് ഒരു ആനിമല് അത് അപ്പിയറൻസും അതിൻ്റെ ആക്ഷൻസും അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട്സും ഒക്കെ മറ്റ് ആനിമൽസിനെ പോലെ അത് കോപ്പി ചെയ്യുക. ഇതിന് പറയുന്ന പേരാണ് മിമിക്രി. ദ ഫസ്റ്റ് ആനിമൽ ഈസ് കോൾഡ് മിമിക്. യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ കോപ്പി ക്യാറ്റ്. ഓക്കെ. അതായത് മിമിക്രി എന്ന് പറഞ്ഞാൽ when one animal copies the appearance and actions, sounds of other animals are called mimicry. Can you see this? A flatworm mimics a sea slug. This is flatworm. It is like a sea slug. Can you see this? ഇത് കണ്ടാൽ എങ്ങനെയാണ്? ഒരു സ്ലഗിനെ പോലെയാണ് തോന്നുന്നത്, അല്ലേ? The sea slug gives of a poisonous smelly substance to discourage its predator. Okay. So flatworms mimics a sea slug. ഇതൊരു ഫ്ലാറ്റ് ആണ്. ഈ ഫ്ലാറ്റ് കണ്ടാൽ എങ്ങനെയാണ്? ഒരു സീ സ്ലഗിനെ പോലെയാണ് തോന്നുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് അതർ അഡാപ്റ്റേഷൻസ് ഫോർ പ്രൊട്ടക്ഷൻ. Animals such as cheetahs, deer,
have strong and powerful legs to help them run fast. അതുപോലെ ചീറ്റാസ്, ഡീർ, ഇതിൻ്റെയൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് പവർഫുൾ ലെഗ് ദാറ്റ് ഹെൽപ്പ് ദം റൺ ഫാസ്റ്റ്. ഈ പവർഫുൾ ലെഗ് ഉപയോഗിച്ച് അതിന് സ്പീഡിൽ ഓടാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് സം ആനിമൽസ് ലൈക്ക് porcupine. Porcupine have spikes on their bodies that protect them. Okay. ഇതാണ് ഇതിന് നമ്മൾ മലയാളത്തിൽ മുള്ളൻ പന്നി എന്ന് പറയും. ഇതിൻ്റെ ശരീരത്തിൽ മൊത്തം എന്താണ്? സ്പൈക്സ് ആണ്, മുള്ളുകളാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദം ഫ്രം എനിമീസ്. എനിമീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ മുള്ളുകൾ അതിനെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ടർട്ടിൽസ് ആൻഡ് സ്നെയിൽസ് ഹാവ് ഔട്ടർ കവറിങ് കോൾഡ് ഷെൽ ദാറ്റ് പ്രൊട്ടക്ട് ദം. അതായത് ഈ സ്നെയിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സ്നെയിൽസിനൊക്കെ എന്താണ്? ഒരു ഔട്ടർ കവറിങ്, ഒരു ഷെല്ലുണ്ടായിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്, അല്ലേ? സ്നെയിൽസ് ഹാവ് എ ഹാർഡ് ഔട്ടർ കവറിങ് ദാറ്റ് പ്രൊട്ടക്ട്സ് ദെയർ ബോഡി. ഇതിൻ്റെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള സ്നെയിൽസിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് അതിൻ്റെ ഷെല്ലെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് അഡാപ്റ്റേഷൻ ബേസ്ഡ് ഓൺ ഈറ്റിംഗ് ഹാബിറ്റ്. ഈറ്റിംഗ് ഹാബിറ്റിനെ ബേസ് ചെയ്തുള്ള അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Based on the eating habits, animals are classified into herbivores, carnivores and omnivores. Okay. First one is herbivores. What are herbivores? Animals that eat only plants are called herbivores. Herbivores in example are buffaloes, zebras and giraffes. Okay, these are the examples for herbivores. Herbivores are animals that eat only plants. They have sharp and flat biting and grinding teeth. Okay, they have stomach with 4 compartments. Some other examples for herbivores are deer, horse and goats. Okay, these are herbivores. And next one is carnivores. What are carnivores? Carnivores are animals that eat flesh of other animals are called carnivores. Okay. Carnivores such as lions, tigers have sharp pointed and curved teeth that allow them to tear the flesh of other animals. Okay. They have pointed and curved teeth. And birds such as eagles, hawks and vultures have pointed and hooked beaks and have strong claws. These help them in catching their prey and tearing its flesh. Other examples of carnivores are wolves, spiders and snakes. കാർണിവോഴ്സ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് ഈഗിൾസ്, ഹോക്സ്, വൾച്ചേഴ്സ് ഒക്കെ. അതിനെങ്ങനെയാണ്? ഹുക്ഡ് ബീക്കാണ്, അല്ലേ? അതുപോലെ തന്നെ സ്ട്രോങ് ക്ലോസ് ആണ്. ദാറ്റ് ഹെൽപ്പ് ദം ഇൻ ക്യാച്ചിങ് ദെയർ പ്രേ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓംനിവോസ്. ക്യാൻ യു സീ ദിസ്? ഓംനിവോസ്. Omnivores eat both plants and animals. പ്ലാന്റ്സും ആനിമൽസും ഒരുപോലെ കഴിക്കുന്ന ആനിമൽസിനെയാണ് നമ്മൾ ഒംനിവോസ് എന്ന് പറയുന്നത്. ഒംനിവോസ് സച്ച് ആസ് ബീസ് ഹാവ് കട്ടിംഗ് ആൻഡ് ടിയറിംഗ് ടീത്ത്. അതായത് ഒംനിവോസിന് കട്ടിംഗ് ടീത്തും ഉണ്ട്, ഗ്രൈൻഡിങ് ആൻഡ് ടിയറിംഗ് ടീത്ത് ഉണ്ട്. ടു ടിയർ ആൻഡ് ചൂ ദ ഫ്ലഷ് ആസ് വെൽ ആസ് പ്ലാന്റ്സ്. ഇനി ഒംനിവോസ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് സ്പാരോസ് ആൻഡ് പീകോക്ക്. ഓക്കെ, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ omnivores. Can you see this? Bears are omnivores. They eat both plants and animals. Next is scavengers. What are scavengers? Animals that eat dead animals are called scavengers. Can you see this? These are scavengers. അതായത് ഡെഡ് ആയിട്ടുള്ള ആനിമൽസിനെ കഴിക്കുന്ന ആനിമൽസിനെയാണ് നമ്മൾ സ്കാവഞ്ചർ എന്ന് പറയുന്നത്. സ്കാവഞ്ചേഴ്സ് സച്ച് ആസ് ഹൈനാസ്,
and jackals have sharp pointed teeth, while scavengers such as vultures have curved and pointed beaks. Okay, to tear the flesh of the dead animals. They have എങ്ങനെയാണ് പോയിൻറ്റഡ് ടീത്ത് ആണ് സ്കാവഞ്ചേഴ്സിനുള്ളത്. വാട്ട് ആർ സ്കാവഞ്ചേഴ്സ്? സ്കാവഞ്ചേഴ്സ് ആർ ആനിമൽസ് ദാറ്റ് ഈറ്റ് ഡെഡ് animals. Okay. This is your chapter 6. You study well. We will meet in the next class. Thank you.